ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കായലുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓണത്തിന് മുൻപേ നമ്മൾ നദികളാണ് എടുത്ത് നിർത്തിയിരുന്നത്. അപ്പോൾ ഇത് 5ാമത്തെ ക്ലാസ്സാണ് LGSന് വേണ്ടി. അതേപോലെ LDC, അതേപോലെ എല്ലാ PSC എക്സാംസിനുള്ള കോമൺ ടോപ്പിക്കാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും പഠനത്തിലേക്ക് നമുക്ക് തിരിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കായലുകൾ എന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ ഏതാണ് ആൻസർ? ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കായൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വേമ്പനാട്ട് കായലിനെ പറ്റി പഠിച്ചിട്ട് വരാം. അതായത് കേരളത്തിലെ നദികളുടെ എണ്ണം 44 കായലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അത് 34. കേരളത്തിലെ കായലുകൾ എത്രയാണ്? 34 കായലുകൾ. അതിൽ 7 ഉൾനാടൻ ജലാശയമാണ്. ഉൾനാടൻ ജലാശയവും 27 എന്താണ്? സമുദ്രവുമായി ചേരുന്നവയുമാണ്. ഓക്കെ, അപ്പോൾ 34 കായലുകളുണ്ട്, 44 നദികളുണ്ട്. അതിൽ 7 ഉൾനാടനും 27 സമുദ്രവുമാണ്. ഏറ്റവും വലുത് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അതേപോലെ കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്താണ്? കായലുകളുടെയും തടാകങ്ങളുടെയും നാടാണ് എന്ത്? വേമ്പനാട്ട്, നമ്മുടെ കേരളം എന്ന് പറയുന്നത് കായലുകളുടെയും തടാകങ്ങളുടെയും നാട്. അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും നമ്മുടെ കേരളമാണ്. ലഗൂണുകളുടെ നാട്, കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എല്ലാം എന്താണ്? കേരളമാണ്. ഓക്കെ, ഇനി നമുക്ക് വേമ്പനാട്ട് കായൽ നോക്കാം. വേമ്പനാട്ട് കായലിനെ പറ്റി പഠിക്കാനായിട്ട്, വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 96 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. അത് ഏറ്റവും വലുതും അതേപോലെ തന്നെ ഏറ്റവും നീളമേറിയതും ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലുതുമാണ്, ഏറ്റവും നീളമേറിയതുമാണ്. അത് വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയുണ്ട്, അതേപോലെ ആലപ്പുഴയുണ്ട്, അതിൻ്റെ അടുത്തുള്ള കോട്ടയമുണ്ട്. ഈ 3 ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഇനി കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? പുന്നമടക്കായൽ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. പുന്നമടക്കായലിലാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അതായത് കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അത് ഏതാണ്? അത് പുന്നമടക്കായൽ എന്നാണ്. അതേപോലെ വീരൻപുഴ എന്ന് എന്താണ്? കൊച്ചിയിൽ അറിയപ്പെടുന്നതാണ്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ്? അതും നമ്മുടെ വേമ്പനാട്ട് കായലാണ്. അതേപോലെ നമ്മുടെ വൈക്കം ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ അരികത്താണ്. ഓക്കെ, അതേപോലെ ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട്. അതിലൊന്നാണ് പാതിരാമണൽ ദ്വീപ്, അതേപോലെ തന്നെ പെരുമ്പളം, പാതിരാമണൽ, അതേപോലെ തന്നെ വൈപ്പിൻ ദ്വീപ്, പിന്നെ വെല്ലിംഗ്ടൺ ഐലൻഡ്, അതേപോലെ വല്ലാർപാടം, അതേപോലെ കടമക്കുടി. ഇതെല്ലാം എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകളാണ്. ഇനി നമ്മുടെ വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, ഇത് 3 നമ്മുടെ റംസാർ പട്ടികയിൽ ഇടം നേടിയ കായലുകൾ ഇതാണ്. അത് ഏത് വർഷമാണ്? 2002 ഇവ 3 റംസാർ പട്ടികയിൽ ഇടം നേടിയത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേമ്പനാട്ട് കായലിനെ പറ്റി ഏറ്റവും ബേസിക്കായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിതൊക്കെ. ഇനി നമുക്ക് നോക്കാം, ഈ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന കുറച്ച് നദികളുണ്ട്. ഏതൊക്കെയാണ്? മീനച്ചിലാർ പ്രധാനപ്പെട്ട നദിയാണ്, വേമ്പനാട്ട് കായലിൽ പതിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് പമ്പ, പിന്നെയുള്ളത് ഏതാണ്? മൂവാറ്റുപുഴ. ഇത് 3 എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിൽ വന്ന് പതിക്കുന്ന നദികളാണ്. മീനച്ചിലാർ, പമ്പ, മൂവാറ്റുപുഴ. ചോദിക്കാറുണ്ട്, പമ്പ നദി പതിക്കുന്നത് എവിടെയാണ്? അത് നമ്മുടെ വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, അതേപോലെ തന്നെ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. എന്താണ് അറിയപ്പെടുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ എവിടെയാണ്? അത് ഏത് വർഷമാണ്? 1955 തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലിൽ ഉള്ളതാണ്. ഓക്കെ, അപ്പം പിന്നെ അതേപോലെ ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിൻ്റെ ഭാഗമാണെന്ന് ചോദിക്കാം. കൈതപ്പുഴ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വേമ്പനാട്ട് കായൽ ഏകദേശം 96 കിലോമീറ്ററോളം നീളമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ്. അത് വ്യാപിച്ചു കിടക്കുന്നത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായലാണ്. ഈ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അതേപോലെ കൊച്ചി കായൽ
എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. വീരമ്പുഴ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലിലാണ്. അതേപോലെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002 വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുന്നത് പാതിരാമണൽ, പെരുമ്പളം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, അതേപോലെ വല്ലാർപാടം, കടമക്കുടി ഇവയെല്ലാം പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പിന്നെ നമ്മൾ പറയേണ്ടത് ഏതൊക്കെയാണ്? മീനച്ചിലാറ്, പമ്പ, മൂവാറ്റുപുഴ ഇത് 3 വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ്. തോട്ടപ്പള്ളി സ്പിൽവേ ഉണ്ട്, അതേപോലെ തന്നെ കൈതപ്പുഴ കായലുമുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അപ്പോൾ ഇതാണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട്, കോട്ടയമുണ്ട്. ഇത് 3 വേമ്പനാട്ട് കായലാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൊല്ലമാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാതിരാമണൽ? അത് വേമ്പനാട്ട് കായലാണ്. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, കടമക്കുടി, പെരുമ്പളം, വൈപ്പിൻ, വല്ലാർപാടം എല്ലാം എവിടെയാണ്? നമ്മുടെ വേമ്പനാട്ട് കായലിലാണ്. നെക്സ്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് ശാസ്താംകോട്ട കായൽ. അപ്പോൾ ശാസ്താംകോട്ട തടാകം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇതിന്ന് ഏറ്റവും എന്താണ് ശാസ്താംകോട്ട എന്നൊരു ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ PS റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ശാസ്താംകോട്ട കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് മറ്റു പ്രത്യേകത? അതും റംസാർ പട്ടികയിൽ ഇടം നേടിയത് ഏത് വർഷമാണ്? 2002 കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? കായലുകളുടെ രാജ്ഞിയാണ് നമ്മുടെ ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പഠിക്കുന്ന ഒരു ഇതാണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നമ്മുടെ ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ശാസ്താംകോട്ട കായലിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് ഓപ്ഷൻ സി കൊല്ലമാണ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട്ട് തടാകം എവിടെയാണ്? നമുക്കറിയാം വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പൂക്കോട്ട് തടാകത്തെ പറ്റി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലാണ്. അതേപോലെ എന്താണ്? കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത്. കബനി നദിയുടെ പോഷക നദിയാണ് പനമരം നദി. ഈ പനമരം നദി ഉത്ഭവിക്കുന്നത് ഈ പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ് പനമരം നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ പൂക്കോട്ട് തടാകമാണ്. ഓക്കെ, അതേപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതി ചോദിക്കുന്നതാണ്. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിൽ ഉള്ള തടാകം ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ പൂക്കോട്ട് തടാകമാണ് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതി. അപ്പോൾ വയനാട് ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കേരളത്തിലെ തടാകമാണ്. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയാണ്. കബനി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായ നമ്മുടെ പനമരം നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ പൂക്കോട്ട് തടാകത്തിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളതിൽ അതിൽ വ്യത്യസ്തത പുലർത്തുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയണം കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. അതിലൊന്നാമത്തതാണ് ശാസ്താംകോട്ട എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഏത് ജില്ലയിൽ? കൊല്ലം ജില്ലയിൽ. നെക്സ്റ്റ് ആണ് വെള്ളായണി കായൽ എന്താണ്? കേരളത്തിലെ ഒരു ശുദ്ധജല തടാകമാണ്. അതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ചോദിക്കാറുണ്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? തെക്ക് ഭാഗത്ത് സ്ഥിതി വെള്ളായണി ഇതാണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഏതാണ്? നമ്മുടെ പൂക്കോട്ട് തടാകം നമ്മളിപ്പോൾ പറഞ്ഞു വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം, വയനാട്. ഓക്കെ, പിന്നെയുള്ളതാണ് ഏനമാക്കൽ എവിടെയാണ്? ഏനമാക്കൽ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏനമാക്കൽ തൃശ്ശൂരാണ്. അതേപോലെ ഏനമാക്കലുമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കേണ്ട ഒരു പേരാണ് മനക്കൊടി, അതും തൃശ്ശൂരാണ്. അടുത്തതാണ് എന്ത്? മാനാഞ്ചിറയ്ക്ക് എന്താണ് പ്രത്യേകത? മാനാഞ്ചിറ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടാണ് അല്ലേ? കോഴിക്കോട് മാനാഞ്ചിറ. ഈ മാനാഞ്ചിറ തടാകം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ്. മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ. സോ ആൻസർ ഇവിടെ ഏത് വരും?
വ്യത്യസ്തത പുലർത്തുന്ന ചോദിച്ചാൽ ഇവിടെ മാനാഞ്ചിറയാണ്. പൂക്കോട്ട് ശുദ്ധജലമാണ്, ശാസ്താംകോട്ട, വെള്ളായണി, അതേപോലെ ഏനമാക്കൽ, മനക്കൊടി ഇവയെല്ലാം ശുദ്ധജല തടാകങ്ങളാണ്. അതിൽ വ്യത്യസ്തത പുലർത്തുന്നത് മാനാഞ്ചിറയാണ്. എന്താണ് അതിൻ്റെ വ്യത്യസ്തതയ്ക്ക് കാരണം? അതായത് മനുഷ്യനിർമ്മിതമാണ്. അതായത് കോഴിക്കോട്ടത്തെ അവസാന സാമൂതിരിയായ മാനവിക്രമനാണ് എന്ത്? മാനവിക്രമൻ. ആ പേരിൽ മാനാഞ്ചിറ, ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ? മാനവിക്രമനാണ് മാനാഞ്ചിറ പണി കഴിപ്പിക്കുന്നത്. ഓക്കെ, ഇനി പൂക്കോട്ട് തടാകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മൾ പറഞ്ഞു എന്താണ്? ശാസ്താംകോട്ട. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ഏതാണ്? ഈ പറയുന്ന പൂക്കോട്ടാണ്. ഇതാണ് വലുത്. ഓക്കെ, ഇതാണ് ചെറുതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ, ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ അഷ്ടമുടിക്കായലാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത്. നോക്കാം നമുക്ക് അഷ്ടമുടിയെപ്പറ്റി എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. നമുക്കറിയാം ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ എന്നറിയപ്പെടുന്നത്, ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് നമ്മുടെ അഷ്ടമുടിക്കായലാണ്. ഓക്കെ, അതേപോലെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ്. ആദ്യത്തേത് ഏതാണ്? നമുക്കറിയാം വേമ്പനാട്ട് കായലാണെന്ന്. രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ്, സെക്കൻഡ് ലാർജസ്റ്റ്, രണ്ടാമത്തെ വലുതാണ് അഷ്ടമുടി എന്ന് പറയുന്നത്. അതേപോലെ അഷ്ടമുടി കായൽ എവിടെയാണ്? അതും നമ്മുടെ കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കല്ലട നദി പതിക്കുന്നത് എവിടെയാണ്? നമ്മുടെ അഷ്ടമുടിക്കായലാണ്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെരുമൺ തീവണ്ടി അപകടം. ഏത് വർഷമായിരുന്നു? 1988 ജൂലൈ 8 നടന്ന പെരുമൺ തീവണ്ടി അപകടം എവിടെയായിരുന്നു? അത് അഷ്ടമുടിക്കായലാണ്. ചോദിക്കാറുണ്ട് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ഏതാണെന്ന്. അതേതാണ്? അഷ്ടമുടിക്കായലാണ്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ്. അതായത് 8 എണ്ണമുണ്ട്. അതേപോലെ തന്നെ 8 ചെറിയ ദ്വീപുകൾ അഷ്ടമുടിക്കായലിൽ 8 ചെറിയ ദ്വീപുകളുണ്ട്. അവ അറിയപ്പെടുന്ന പേരാണെന്ത്? മൺട്രോ തുരുത്ത്. അപ്പം മൺട്രോ തുരുത്ത് ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണത്? അഷ്ടമുടിക്കായലിലാണ്. പനയോല അഥവാ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ചോദിച്ചാൽ അതേതാണ്? അഷ്ടമുടിക്കായലാണ്. ഓക്കെ, ഇനി അവിടെ നടക്കുന്നതാണ് പ്രസിഡൻസി. നമ്മൾ നെഹ്റു ട്രോഫി പറഞ്ഞു പുന്നമടക്കായലാണെന്ന്. എങ്കിൽ പ്രസിഡൻസി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പ്രസിഡൻസി ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ്. ഇനി ഈ അഷ്ടമുടിക്കായൽ പതിക്കുന്നത് നമ്മുടെ എവിടെയാണ്? അറബിക്കടലിലാണ് അഷ്ടമുടിക്കായൽ പതിക്കുന്നത്. അതായത് നീണ്ടകര എന്ന് പറയും. അഷ്ടമുടിക്കായലും അറബിക്കടലും തമ്മിൽ യോജിക്കുന്ന ആ ഒരു ഭാഗമാണ് എന്തറിയപ്പെടുന്നത്? നീണ്ടകര അഴി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. അഷ്ടമുടിക്കായലും അറബിക്കടലും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്ത്? അതെന്താണ്? നീണ്ടകരയാണ്. ഓക്കെ, അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ അഷ്ടമുടിക്കായലിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെ? നെഹ്റു ട്രോഫി എവിടെയാണ്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി നടക്കുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട വള്ളംകളികളാണ് നമ്മൾ പറഞ്ഞു. പ്രസിഡൻസി ട്രോഫി വള്ളംകളി എവിടെയാണ്? അഷ്ടമുടി. പൊന്നാനി വള്ളംകളി BM കായലിലും, അയ്യങ്കാളി ട്രോഫി വെള്ളായണിയിലും, അതേപോലെ തന്നെ ശ്രീനാരായണ ട്രോഫി കന്നേറ്റിക്കായൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ, പ്രസിഡൻസി ട്രോഫി അഷ്ടമുടിക്കായൽ. അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ട്രോഫി നടക്കുന്നത് പുളിങ്കുന്നാണ്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ട്രോഫി നടക്കുന്നത് കൊച്ചിക്കായലാണ്. ഇതൊക്കെ വേമ്പനാട്ട് കായൽ തന്നെയാണ് കേട്ടോ. കൊച്ചിക്കായൽ, വീരമ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ വേമ്പനാട്ട് കായലാണ്. അത് ഓരോ സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പേരിനും വ്യത്യാസം വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 163 രാജ്യങ്ങൾ ഒപ്പുവെച്ച റംസാർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ഇത് ശാസ്താംകോട്ടക്കായൽ. നമ്മൾ പറഞ്ഞു 1971 റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. അതിൽ എന്താണ്? നമുക്ക് 2002 ഏതൊക്കെ കേരളത്തിൽ നിന്ന്? അഷ്ടമുടിക്കായൽ, അതേപോലെ തന്നെ ശാസ്താംകോട്ട, അടുത്തതാണ് വേമ്പനാട്ട് കായൽ. ഇവ മൂന്നും എന്ത് ചെയ്യുന്നത്? റംസാർ പട്ടികയിൽ ഇടം നേടുന്നത് 2002. 1971 റംസാർ ഉടമ്പടി നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി റംസാർ പട്ടികയിൽ ഇടം നേടാൻ പോകുന്ന കേരളത്തിലെ സ്ഥലം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കവ്വായി കായലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏത്? F ആകൃതിയിലുള്ളതാണ് നമ്മുടെ ശാസ്താംകോട്ട തടാകമാണ് F ആകൃതിയിലുള്ളത്.
അപ്പം നമുക്ക് കുറച്ച് ഇത് നോക്കാം. എഫ് ആകൃതിയിലുള്ളത് ശാസ്താംകോട്ടയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളത് ഹൃദയ തടാകം, ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളത് ഏതാണ്? അത് നമ്മുടെ മേപ്പടി എവിടെയാണ്? വയനാട് മേപ്പടി തടാകമാണ്. അതേപോലെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് നമ്മുടെ പൂക്കോട്ടിലേക്ക്, അതും എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. പിന്നെയുള്ളതാണ് പനയോല അഥവാ നീരാളിയുടെ ആകൃതിയിലുള്ളതാണ് നമ്മുടെ അഷ്ടമുടി. എഫ് ആകൃതിയിലുള്ളതാണ് ശാസ്താംകോട്ട. ഓക്കെ, അഷ്ടമുടി ശാസ്താംകോട്ട. നെക്സ്റ്റ് നോക്കാം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27 നമ്മൾ നേരത്തെ പറഞ്ഞു മൊത്തം 34 കായലുകളുള്ളതിൽ 27 കടലുമായും 7 എന്താണ്? ഉൾനാടൻ ജലാശയങ്ങളുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുമരകം ഏത് കായലിൻ്റെ തീരത്താണ്? കുമരകം എവിടെയാണ്? കുമരകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുമരകം ഏത് കായലിൻ്റെ തീരത്താണ്? കുമരകം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. കുമരകം എന്ന് കോട്ടയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ളത് നമ്മുടെ വേമ്പനാട്ട് കായലാണ്. അപ്പോൾ കുമരകം വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര ഇതുമായി ബന്ധപ്പെട്ടതാണ്? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത് കുമരകമാണ്. കുമരകം സഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് എന്ന് പറയുന്നത്. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടമാണ് നീണ്ടകര അഴി എന്ന് പറയുന്നത്? ഏതാണത്? അഷ്ടമുടിക്കായലും അറബിക്കടലും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണെന്ത്? നീണ്ടകര അഴി എന്ന് പറയുന്നത്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായലാണ്. കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് ഏത്? പാതിരാമണൽ ദ്വീപ് എന്ന് പറഞ്ഞാൽ കുമരകത്തിനും തണ്ണീർമുഖത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപാണ് ഏത്? വെല്ലിംഗ്ടൺ ഐലൻഡ്. മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് എന്തെന്നറിയപ്പെടുന്നത്? നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളിലായാണ് കായലുകളാണ് വേമ്പനാട്ട് കായൽ. ആണോ? കൊല്ലം എന്ന് പറയും നമുക്കറിയാം വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ, അതേപോലെ കോട്ടയം, അതേപോലെ എറണാകുളം എന്നീ ജില്ലകളിലാണ്. അപ്പം നമുക്കിതറിയാം ഇത് തെറ്റാണെന്നത്. ബാക്കിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ കൊല്ലം എന്ന് കാണുമ്പോൾ തന്നെ വേമ്പനാട്ട് കായൽ കൊല്ലം ജില്ലയിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവണം. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഇതും ശരിയാണ്. സോ ഓപ്ഷൻ സി 2, 3 ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണെന്ന്? അതേതാണ്? അത് ആക്കുളമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ എന്ന് പറയുന്നത് ആക്കുളമാണ്. അതായത് ആക്കുളം പുനരുജ്ജീവന നീർത്തട പദ്ധതിക്കുള്ള തുക നൽകുന്നത് നമ്മുടെ കിഫ്ബിയാണ്. കിഫ്ബി എന്താണ് ഫുൾ ഫോം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അത് തിരിഞ്ഞു പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് കിഫ്ബിയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തന്നു. അപ്പോൾ എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് കിഫ്ബിയുടെ ഫുൾ ഫോം. അതായത് കായലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് എന്ത് ചെയ്യുക? അതിനെ പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കായലുകൾ നോക്കാം. അതൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഉപ്പളക്കായൽ എവിടെയാണ്? ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് ആണ് കവ്വായി കായൽ എവിടെയാണ്? കവ്വായി കായൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ കായലാണ് കവ്വായി കായൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പൂക്കോട്ട് തടാകം. പൂക്കോട്ട് എവിടെയാണ്? വയനാട് ജില്ലയാണ്, വയനാട്. പിന്നെയുള്ളതാണ് മാനാഞ്ചിറ നമ്മൾ പറഞ്ഞതാണ് മനുഷ്യനിർമ്മിത തടാകമാണ്. അത് എവിടെയാണ്? അത് കോഴിക്കോടാണ്, കോഴിക്കോട്. പിന്നെയുള്ളതാണ് ബിയ്യം കായൽ എവിടെയാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. ബിയ്യം കായൽ മലപ്പുറമാണ്. പിന്നെയുള്ളതാണ് ഏനമാക്കൽ. അതേപോലെ തന്നെ മനക്കൊടി, ഏനമാക്കൽ,
ഇതൊക്കെ എവിടെയാണ്? കൊടുങ്ങല്ലൂർ, ചേറ്റുവ കായൽ, ഇങ്ങനെ കുറച്ചധികമുണ്ട്. ഏനമാക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ ഇവയൊക്കെ എവിടെയാണ്? നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അതേപോലെ വേമ്പനാട്ട് കായലും പറവൂർ കായലും. വേമ്പനാട്ട് കായൽ നമുക്കറിയാം എവിടെയൊക്കെയുണ്ട്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. പറവൂർ കായലുണ്ട്, അതെവിടെയാണ്? അത് എറണാകുളം ജില്ലയിലാണ്, എറണാകുളം. അതേപോലെ തന്നെ പറവൂർ കായലും വേമ്പനാട്ട് കായലും. പിന്നെ ഉള്ളത് കായംകുളം കായൽ. കായംകുളം എവിടെയാണ്? അത് ആലപ്പുഴയിലാണ്. കായംകുളം കായൽ അത് ആലപ്പുഴ ജില്ലയിലാണ്. പിന്നെയുള്ളതാണ് വെള്ളായണി. വെള്ളായണി എവിടെയാണ്? വെള്ളായണി അതേപോലെ വേളി ഇവയൊക്കെ എവിടെയാണ്? വേളിക്കായലൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരം. അതേപോലെ നമ്മുടെ തെക്കേ അറ്റത്തുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളായണി കായൽ എന്നുള്ള തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് വെള്ളായണി തടാകവും, അതേപോലെ തന്നെ തെക്കേ അറ്റത്തുള്ള കായൽ ചോദിച്ചാൽ അത് ഏതാണ്? അത് വേളിക്കായലുമാണ്. അത് തിരിഞ്ഞു പോകരുത്. തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായണി കായലും, തെക്കേ അറ്റത്തുള്ള കായൽ ചോദിച്ചാൽ അത് വേളിക്കായലുമാണ്. അഷ്ടമുടി കായൽ നമുക്കറിയാം, അഷ്ടമുടി ശാസ്താംകോട്ടയ്ക്ക് കൊല്ലമാണ്. അതേപോലെ തന്നെ വട്ടക്കായലുമുണ്ട് കൊല്ലം ജില്ലയിൽ, വട്ടക്കായൽ. ഓക്കെ, അതും എവിടെയാണ്? അതും കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് PSCക്ക് നമ്മുടെ കായൽ എന്ന ടോപ്പിക്കിൽ നിന്ന് ഇതുവരെയൊക്കെ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്